ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ അപ്പുവിൻ്റെ ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. സോ ഡേ ഇൻ അപ്പൂസ് ലൈഫ്, അതായത് ലാസ്റ്റ് ഡേ എക്സാമിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് അപ്പൂൻ്റെ സന്തോഷം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൺസ് അഗെയിൻ. ആൻഡ് ഇപ്പോൾ സമയം 6:45 ആവുന്നു. അപ്പോൾ എണീറ്റിട്ടില്ല, എണീപ്പിക്കണം. ഞാനും എണീപ്പിക്കണം. സോ നമുക്ക് അപ്പൂനെ എണീപ്പിക്കാം. അപ്പൂനെ എണീപ്പിക്കുന്നതിന് മുമ്പ് കർട്ടൻസ് ഒന്ന് മാറ്റി വെളിച്ചം വരട്ടെ റൂമിൽ, എന്നിട്ട് അപ്പൂ എണീക്കും. അത് ഓട്ടോമാറ്റിക്കലി എണീക്കും. അപ്പോൾ അങ്ങനെ അപ്പൂനെ എണീപ്പിച്ച് ഇന്ന് ഹിന്ദി എക്സാം കേട്ടോ അപ്പൂന്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പൂനെ എണീപ്പിക്കാൻ പോവാം. കർട്ടൻസ് റിമൂവ് ചെയ്യാം. ജനലൊക്കെ തുറന്നിടാം. അപ്പോൾ എക്സാമിന് കൊണ്ടേ അങ്ങനെ അപ്പൂനെ എണീപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എണീറ്റോളും നമുക്കിനി വെളിയിലേക്ക് പോവാം. അച്ചു എപ്പോഴും അപ്പൂനേക്കാളും കുറച്ച് നേരത്തെ തന്നെ എണീക്കാറുണ്ട്. എന്നിട്ട് ഈ സെറ്റിയിൽ ഇതേപോലെ വന്നിരിക്കാറുണ്ട് ഡെയിലി. അച്ചുവിന് അപ്പൂനേക്കാളും നേരത്തെ സ്കൂൾ കഴിഞ്ഞത് കാരണം ഇപ്പോൾ ഭയങ്കര ഫ്രീ ആണ്. പഠിക്കണ്ട, നേരത്തെ എണീറ്റ് റെഡിയായി സ്കൂളിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ മടിപ്പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മടിയാവത്തേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൂനൊപ്പം തന്നെ അച്ചുവിനെയും കുളിപ്പിച്ച് രാവിലത്തെ എല്ലാ പരിപാടികളും ചെയ്യിപ്പിച്ചു വിടും. അപ്പു റെഡിയായി കഴിയുമ്പോഴേക്കും ബാഗൊക്കെ റെഡിയാക്കി വെച്ച് അപ്പൂന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, എക്സാം എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഈ ബുക്സുകളൊന്നും ഇനി വേണ്ട. ഇത് മാത്സ് ബുക്കാണ്. ഇന്നലെ മാത്സ്. ഇത് അച്ചുവിൻ്റെ ബുക്കാണ്. ഇത് മാത്സാണ്. ഇത് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ്. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ്. ഇതൊന്നും ഇനി വേണ്ട. ഇന്നത്തോടെ കഴിഞ്ഞു എക്സാം. മൺഡേ ആണ് അച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞത്. അച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞ പാടെ ഇത് കണ്ടു, ബോക്സ് എല്ലാം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞല്ലോ, ഇനി അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ പുതിയ ബോക്സ്, പുതിയ സാധനങ്ങളെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനെ അവൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഈ ബോർഡിലാണ് ഇപ്പോൾ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാം കഴിഞ്ഞിട്ടും പഠിത്തത്തിനൊരു കുറവുമില്ല. അതുപോലെ അവൻ്റെ UKG ബുക്ക്, ഇത് വെക്കേഷൻ സമയത്ത് എഴുതാൻ ഉള്ളൊരു ബുക്ക് കൊടുത്തു വിട്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അത് എക്സാം കഴിഞ്ഞ് വന്ന് 2 ദിവസം കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് പേജസ് മാത്രമേ ബാക്കിയുള്ളൂ. അവനറിയുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു വെച്ചു. ശരിക്കും 2 മാസം കൊണ്ടിരുന്ന് എഴുതി പതുക്കെ ചെയ്യേണ്ട ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവനറിയണതൊക്കെ വേഗം എഴുതിയത് കൊണ്ട് ഈ ബുക്ക് കംപ്ലീറ്റ് ആയി. ഞാൻ വിചാരിച്ചു ഇനി ഇതേപോലത്തെ ബുക്ക് വല്ലതും പുറത്തു പോകുമ്പോൾ വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ. നോർമലി ഡെയിലി സ്കൂളിൽ പോകുന്ന രാവിലെ ഭക്ഷണം കൊടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ രണ്ടാൾക്കും. എക്സാം ആയപ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അത് കാരണം ഭക്ഷണമൊക്കെ 10 കഴിച്ചില്ല എന്നുള്ള രീതിയിലാണ്. എന്നാലും മേമ വിടില്ല, വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ ഓട്ടോ വരാത്തതുകൊണ്ട് പാലം വരെ കൊണ്ടാക്കണം. അപ്പോൾ ഞാനും അച്ചുവും കൂടെ ഇന്ന് കൂടി. കാരണം ലാസ്റ്റ് ഡേ ആണല്ലോ, ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ചുവിനെ വരുന്നില്ല എന്ന് പറഞ്ഞു, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും അച്ചുവും കൂടെ ഇറങ്ങി. ഇങ്ങനെയാണ് പാലം ഇപ്പോഴത്തെ അവസ്ഥ. വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. സോ വലിയ വണ്ടികളൊന്നും വരില്ല, ചെറിയ ബൈക്കുകൾ ഇതുപോലെ പോകാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ഉറപ്പിൽ തന്നെ ഒരു പാലം കെട്ടി തന്നിട്ടുണ്ട് ബൈക്കുകൾക്കൊക്കെ പോകാനായിട്ട്. സോ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. സോ അവർക്ക് വണ്ടിയൊന്നും വരാത്ത കാരണം ഈ എക്സാം സമയത്ത് തന്നെ ഇങ്ങനെ ആയതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും രാവിലെ എണിച്ച് കുറച്ച് നടക്കാനൊക്കെ, നടന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഓട്ടോ വീടിനോ ഫ്രണ്ടിൽ വരും, നേരെ കയറി സ്കൂളിൽ പോകാറാണ് പതിവ്. ഇതിപ്പോൾ കുറച്ച് നേരം ദൂരം നടക്കാം. അങ്ങനെ ഇനി 2 കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ. പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് നടന്നു.
ഓട്ടോയിൽ ഇനി അവർ വന്നതിന് ശേഷം ഓട്ടോ എടുത്തിട്ട് സ്കൂളിൽ പോകുമല്ലോ. അപ്പോൾ അച്ചുവിന് വേഗം വീട് എത്തണം എന്നാണ്. ഇവിടെ നിൽക്കാനധികം താല്പര്യമില്ല ആൾക്ക്. അപ്പോൾ അവൻ ആദ്യം ഓടി. ഞങ്ങൾ തൊട്ട് പിന്നാലെ ഉണ്ടല്ലോ. ഇവരാണെങ്കിൽ സംസാരിച്ചിട്ടാണ് വരിക. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. സോ അമ്മമാർ സംസാരിച്ച് പതുക്കെ വീടെത്തുന്നതിന് മുമ്പ് തന്നെ അച്ചു എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അച്ചു എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പുവിനെ വിട്ടിട്ട് ഞാൻ എത്തുന്നതിന് മുമ്പേ അച്ചു എത്തിയിട്ട് വാതിലൊക്കെ തുറന്ന് ഒറ്റയ്ക്ക് വാതിലൊക്കെ തുറന്ന് ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. കൈ ഞങ്ങൾ എത്തുന്ന മുമ്പേ തന്നെ ഓടി അച്ചു വീടെത്തിയിട്ടുണ്ട്. ഞാൻ പൂട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട്. അതുകൊണ്ട് തന്നെ ഡോറ് തുറന്ന് നേരെ ഫോൺ നോക്കണ്ട്. അച്ചു മറ്റേ ഇത് എഴുതി കഴിഞ്ഞാ ആക്ടിവിറ്റി ബുക്ക് തീർത്തല്ലോ നമ്മൾ അല്ലേ? അതുപോലെ തന്നെ ഒരു ബുക്ക് വാങ്ങി തരട്ടെ? കളർ അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് വേണോ? നമുക്ക് ഓർഡർ ചെയ്യാം ആമസോണിന്ന്. ഈ 2 മാസം അപ്പം നമ്മൾ എന്ത് ചെയ്യും? കളിക്കണ എന്തെങ്കിലും സാധനം വേണോ? ഇൻഡോർ ആയിട്ട് എന്തെങ്കിലും കളിക്കണത്? കാർ ചാവി എടുക്കുന്നത് തേങ്ങയിടാൻ ആള് വന്നിട്ടുണ്ട്. തേങ്ങ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ? എന്താ ചെയ്യാൻ പോണ അവരെന്താ ചെയ്യാൻ പോണ പറ? തേങ്ങയിടും. അല്ല, ഇൻഡോറായിട്ട് കളിക്കാൻ എന്തെങ്കിലും സാധനം വേണോന്ന്. ക്യാരം ബോർഡ് അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ക്യാരം ബോർഡ് വാങ്ങി. മഞ്ജു വലിയച്ഛൻ്റെ അവിടെ ക്യാരം ബോർഡ് ഉണ്ട്. അതിന് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നാൽ മതി. വലിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. നീ ചോദിക്കണം, ഞാൻ ചോദിക്കില്ല കേട്ടോ. ചോദിക്കോ അച്ചു? ചോദിക്കോ? എന്നാൽ നമുക്ക് ഇന്നോ നാളെയോ ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കൊരു വീഡിയോ ഇടാം. ആ, രണ്ടാളും കൂടെ പോയി ചോദിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഇടാം കേട്ടോ. അതെ, അവിടെ ഉണ്ട്, ക്യാരം ബോർഡ് ഉണ്ട്. തേങ്ങ ഇടാനായിട്ട് ആൾ വന്നാണ്. അപ്പോൾ ഇവിടെ മട്ട ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയ തെങ്ങിൽ അതുകൂടെ വെട്ടാൻ പറഞ്ഞതാണ്. അതിലൊരു തേങ്ങയില്ല ഈ തെങ്ങിൽ. പച്ചമട്ട വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂലുണ്ടാക്കാൻ ഈളൊക്കെ ചീന്തി ഈളുണ്ടാക്കി വയ്ക്കും. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെടുക്കാൻ പറ്റില്ല, കാരണം അതിൽ നീളമില്ലാത്ത കാരണം അതെടുക്കാൻ പറ്റില്ല. ഇത് നല്ല നീളമുള്ളതോ വേറെ ഒന്ന് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ അത് നമുക്ക് ചൂലുണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും. ഫ്രണ്ടിലത്തെ തെങ്ങിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആ തെങ്ങിൽ തേങ്ങ ഇടുമ്പോൾ കാർ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ചിലപ്പോൾ തെറിച്ച് കാറിലൊക്കെ വീഴും. സോ കാറ് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റിയിടണം എന്ന് വെച്ചിട്ട് കാറ് മാറ്റിയിടാൻ പോവാണ്. നല്ലോണം തെറിക്കും കേട്ടോ തേങ്ങ ഇടുന്നത്. ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ കറക്റ്റ് തൊട്ട് റോഡായതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ ഈ സമയത്ത് പാസ് ചെയ്യും. വർക്കിന് പോണവർ, സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ പോണവർ ഇതിൽ പോകും. അപ്പോൾ ഈ തേങ്ങ ഇടുന്ന സമയത്ത് ആരെങ്കിലും അവിടെ നിൽക്കണം, എന്നിട്ട് നിൽക്കാൻ പറയണം. അപ്പോൾ ഈ അവരുടെ മേലെ കൊള്ളൂല്ലെങ്കിൽ ആ സമയത്ത് നിർത്താൻ പറയണം. എനിക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങി നോക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് അവർ തേങ്ങ ഇടുന്ന അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്ന കാരണം എങ്ങോട്ടെങ്കിലുമൊക്കെ തെറിച്ച് പോകും. സോ ഇവിടെയും കൂടെ നിൽക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ, ഇങ്ങോട്ടേക്കൊക്കെ തെറിച്ച് വീഴും. ആദ്യം ഇടുമ്പോൾ മറ്റേ തേങ്ങയല്ല, അതിൻ്റെ വേറെ സംഭവം. ഇത് കണ്ടോ, ഓട്ടോ വന്നിപ്പോൾ അവർ ഹോൺ അടിച്ച് നിർത്തിയതാ. നേമ വെളിയിൽ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഒരെണ്ണം ഷീറ്റിൽ വീണിട്ടുണ്ട്. വെളിയിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്, ബൈക്ക് വരുന്നുണ്ട്. മേ ബി ആ തെങ്ങിൽ കഴിഞ്ഞിട്ടുണ്ടാവും തേങ്ങ. എപ്പോഴും ഇളനീര് പറഞ്ഞ് ഇടിയിപ്പിക്കാറുണ്ട്, കാരണം വെള്ളവും തേങ്ങയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉന്മേഷം കിട്ടുമല്ലോ, ഞങ്ങൾ കഴിക്കാറുണ്ട്. തേങ്ങ ഇട്ടിട്ട് ഇളനീര് കിട്ടി, അത് മേമ വെള്ളം കുടിച്ചു. തേങ്ങ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ.
തൂക്കാൻ പറ്റാത്ത സാധനത്തിന് എന്തിനാ അച്ചു ഇങ്ങനെ തൂക്കിയിട്ട് പോണ്? വീടിപ്പോ അവിടെ വെക്ക, അമ്മ എടുക്കും. അല്ലെങ്കിൽ വലിച്ചിട്ട് പോ. ഇങ്ങനെ വലിക്ക്. ഓട്ടോയിൽ പച്ചക്കറി കുറച്ച് വന്നപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് കുറച്ച്. അതാണ് അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വാങ്ങാറുണ്ട്. ഉണ്ടായിരുന്നു എക്സാം? ഇങ്ങനെ തല്ലണോ? എന്താ വെച്ചു? ഓട്ടോ മാമന്റെ ഗിഫ്റ്റ് സ്കൂള് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഓട്ടോ മാമൻ തന്നത് അല്ലേ? അപ്പൂവിന് ഒന്നുണ്ട്, അച്ചുവിന് ഒന്നുണ്ട്. ശരി, ബോക്സിൽ എന്താണെന്ന് നോക്കാം. ആദ്യം അച്ചുവിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. നല്ല ഗിഫ്റ്റ് ആണല്ലോ, അടിപൊളിയല്ലോ ഓട്ടോ. സൂപ്പർ. ഒരു പീസ് കേക്ക് ഉണ്ട്, സ്വീറ്റ് ഉണ്ട്, 2-3 സ്വീറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡയറി മിൽക്കും. അല്ല സോറി, ഇത് കേക്ക്, ഇത് സ്വീറ്റ്, ഇത് ഊട്ടി ബർഫി, ഇതൊരു ബിസ്ക്കറ്റ്, മസാല ബിസ്ക്കറ്റ്. ഇത് അപ്പൂൻ്റെയാണ് അത്ര. പൊട്ടിച്ചതിന് ശേഷം ഇത് അപ്പൂൻ്റെയാണ് പറഞ്ഞു. ശരി, ഓക്കെ, അടച്ചു വെക്കാം. അച്ചുവിൻ്റെ പൊട്ടിക്ക്. നല്ല ഓട്ടോമനാണല്ലേ അച്ചു? നല്ല സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അവന് വളരെ റിലാക്സ് ആയ പോലെ ഇരുന്നു കേട്ടോ ഫീലിംഗ് ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും ദിവസം സ്ട്രെസ് അടിച്ച് എക്സാമിനൊക്കെ പോയി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുമല്ലോ ഈ എക്സാം ഡേയ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആണ്. പക്ഷെ അപ്പോൾ ഈ എക്സാംസിന് പഠിച്ചതിനേക്കാളും ആവേശത്തിലാണ് എക്സാം കഴിഞ്ഞ ദിവസം ഇരുന്ന് പഠിക്കുന്നത്. കാരണം അവർക്ക് ആക്ടിവിറ്റി ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ഈ 2 months. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിന് പ്രിപ്പറേഷനായിരുന്നു. കോറയും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ പുട്ടായിരുന്നു ഇന്നത്തെ ഡിന്നർ. അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചുവിൻ്റെയും അപ്പൂൻ്റെയും എൻ്റെയും ലൈഫിൽ ഞങ്ങൾക്കുണ്ടാവുന്ന ബാഡ് ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ചാനലാണ്. സോ എല്ലാ എക്സ്പീരിയൻസും ഞങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്യും. ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രം ആരിഷ് കൃഷ്ണ യൂട്യൂബ് ചാനൽ. Once again, thank you for watching this video.